എൻ്റെ കഴിവാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ കഴിവാണ് പറയരുത്. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദിവസം ഈ ചൊവ്വാഴ്ച ആമേൻ, നമുക്ക് ആ കർത്താവിലൊന്ന് ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ആമേൻ ഒന്ന് പറഞ്ഞേ, എൻ്റെ കഴിവാന്ന് പറയരുത്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റോ? കൃപയാൽ ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയോ? കൃപയാൽ. പ്രിയമുള്ളവർ, അനേകർ വീണു പോയപ്പോൾ, അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, അനേകർ ഇന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ എനിക്ക് ദൈവം ആരോഗ്യവും ബലവും തന്നോ? ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസത്തിലിരിക്കുകയാണോ? ഇന്നിത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു എന്ന വചനം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടും, കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു ദിവസമാക്കി ഈ ചൊവ്വാഴ്ച കർത്താവ് മാറ്റട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കേൾക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയാണ്. പൗലോസ് പറയുന്ന ചില ഭാഗങ്ങൾ ഞാനതിനെ എൻ്റേതായ രീതിയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ദൈവവചനം പറയാണ്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. 2 കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാണ്. മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ആമേൻ, അഹങ്കാരത്തോടെ പറയുന്നൊരു വാക്കാകരുത് ഇത്. ആമേൻ. ഇന്ന് ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പം എൻ്റെ ദൈവദാസന്മാർ തന്ന തങ്കുവേറും ഓസുറ്റുവേറും മറ്റ് അനേക ശുശ്രൂഷകർ ആമേൻ എൻ്റെ കൂടെ നിന്ന് എനിക്ക് തന്ന ഉപദേശങ്ങൾ, ആമേൻ, ഇന്ന് ഞാനിന്നിവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കർത്താവിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കൃപയാല. ആമേൻ, ആമേൻ. അവർ പറഞ്ഞു തന്നതും ആമേൻ. എന്നാൽ അതിൽ മാത്രം നോട്ടം വെക്കരുത്. ഞാൻ പഠിച്ചതും ഞാൻ ആമേൻ, അല്ലെങ്കിൽ ഞാൻ എന്നാ പറയണ്ടേ, മനുഷ്യരുടെ വായിൽ നിന്ന് കേട്ടതും മാത്രം പറഞ്ഞുകൊണ്ട് അല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആരോ പറഞ്ഞത് പറയാനല്ല, നിന്നിലൂടെ നിനക്ക് ചില എൻകൗണ്ടർ കർത്താവ് തരും. ആ എൻകൗണ്ടറിൽ നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഇത് പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ ആരുടെയും കയ്യാൽ നടക്കാത്ത ചില അനുഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ നമ്മൾ ആരുടെയും മുമ്പിൽ ആളാകാനുള്ളതല്ല. ആമേൻ, ആമേൻ. കർത്താവിനാൽ പ്രാപിച്ചിട്ട് ആമേൻ. പൗലോസ് പറയാണ്, ഞാനൊരു വെളിപ്പാടിലാണ് ഓടുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന മുഴുവൻ പേരും പറയട്ടെ, നമുക്ക് അനേകരുടെ അല്ല, ഇന്ന് വചനം പോലും പൗലോസും പത്രോസും യോഹന്നാനും മറ്റു പലരും എഴുതിയ വചനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ദൈവദാസന്മാർ പറഞ്ഞു തന്നൊക്കെ ഏറ്റവും അനുഗ്രഹമാണ്. ചിലരൊക്കെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു മീറ്റിങ്ങിൽ ഒരാൾ ശുശ്രൂഷിച്ചത് ഏതോ രാജ്യത്ത് ആമേൻ പ്രസംഗിക്കുന്ന ഒരാളുടെ സെയിം മെസ്സേജ് ആമേൻ താൻ മലയാളത്തിൽ അത് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ അകത്ത് പെട്ടെന്ന് തോന്നി, അയ്യോ, ഇത് അതേ മെസ്സേജാണല്ലോ, ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ, അതേ എക്സാമ്പിളും അതേ മെസ്സേജും ഒക്കെ ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇതെന്താ ഇദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ മീറ്റിങ്ങിൻ്റെ അവസാനം വന്നപ്പോൾ ഞാൻ കണ്ട ആ ഇംഗ്ലീഷ് മെസ്സേജിൻ്റെ അകത്ത് ആ പറഞ്ഞ വ്യക്തിയുടെ അവസാന ഭാഗത്ത് അത് ആ മെസ്സേജോടുകൂടെ തീരുക. പക്ഷേ ഇദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആമേൻ അവസാന ഭാഗത്ത് വന്നപ്പോഴത്തേന് ഇദ്ദേഹം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതേ മെസ്സേജ്, അതേ കാര്യം, പക്ഷെ പ്രസംഗിച്ച കാര്യം, ആ പ്രസംഗിച്ചതിന് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് ഞാൻ കേട്ട യൂട്യൂബിലെ മെസ്സേജിൽ പ്രിയമുള്ളവരെ അത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഈ വ്യക്തി പറഞ്ഞപ്പോൾ ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും നടക്കുന്നത് കാണാൻ പ്രിയമുള്ളവർ എൻ്റെ കണ്ണിനെ കർത്താവ് തുറന്നു. ആമേൻ. ആര് പറഞ്ഞു എന്നുള്ളതോ ആരിനിയും പറയാൻ പോകുന്നുള്ളതോ നല്ല കാര്യം നീ പ്രാപിച്ചിട്ട് വേണം പറയാൻ. മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടല്ല, കർത്താവിൽ നിന്ന്. അതിനാ വെളിപ്പാട്. പൗലോസ് പറയാണ്, ഞാനൊരു വെളിപ്പാടിലാണ് ഓടുന്നത്. വെളിപ്പാട് വേണമെന്നുണ്ടെങ്കിലും പ്രാപിക്കണം. പ്രാപിക്കുന്നത് ആമേൻ 3 നിലയിൽ നമുക്ക് പ്രാപിക്കാം, പല നിലയിൽ പ്രാപിക്കാം. എങ്കിലും ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് പറയുകയാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. പ്രാർത്ഥനയുള്ളൊരു ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ചില നിമിഷങ്ങൾ, ചിലർ ഫാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കും. ആമേൻ എങ്ങനെയാണേലും ആമേൻ പ്രാർത്ഥന മാത്രമല്ല, ആ സാന്നിധ്യത്തിലിരിക്കാൻ, ഇൻ ദ പ്രസൻസിലിരിക്കാൻ
ആമേൻ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് പല രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് തരണേ, കർത്താവ് തരണേ, അല്ലെങ്കിൽ എനിക്ക് ആമേൻ പല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അത് വേണം, പ്രാർത്ഥിക്കണം നല്ലതാണ്, പ്രാർത്ഥിക്കണം, ചോദിപ്പിൻ എന്നാൽ ലഭിക്കുമെന്ന് തന്നെയാണ്. ചോദിക്കണം, ആമേൻ, കർത്താവ് തരും. എന്നാൽ മറ്റൊരു ഭാഗമാണ് ഇൻ ഹിസ് പ്രസൻസ്, ഞാൻ അവൻ്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. ആ സാന്നിധ്യത്തെ ഞാൻ അത് ഫാസ്റ്റിംഗ് ആയിരിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഫാസ്റ്റിംഗ് പ്രയറോ മറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ആ ഇരിക്കുമ്പോൾ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. അവിടെ ചില വെളിപ്പാടുകൾ കർത്താവ് നിനക്ക് തരും. ആമേൻ. ആർക്കും ഇല്ലാത്ത ചില റെവലേഷൻ കർത്താവ് നിനക്ക് തരും. കാരണം സാന്നിധ്യത്തിൽ ഇരിക്കുന്നവനെ കർത്താവിൻ്റെ ഹൃദയം അറിയാൻ പറ്റത്തുള്ളൂ. 3, ആമേൻ, നല്ല കൂട്ടായ്മ, ചർച്ചിലൊക്കെ നല്ല ഫെലോഷിപ്പ്, കൂട്ടായ്മ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആമേൻ. ചുമ്മാ അതും ഇതും പറഞ്ഞു നടക്കുന്നതായിട്ട് കൂട്ടായ്മ അടിച്ചു നടന്നാൽ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഏത് ലെവലിലുള്ളവരുമായിട്ട് നമ്മൾ നടക്കണം. സാമ്പത്തിക ലെവലല്ല, ആമേൻ, സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച. അപ്പം എൻ്റെ ജീവിതത്തിൽ ആമേൻ ഈ 3 കാര്യങ്ങൾ, ഒന്ന് പ്രയർ, ഒന്ന് ആമേൻ പ്രസൻസിലിരിക്കുന്നത്, 3 ആമേൻ കൂട്ടായ്മ, ഫെലോഷിപ്പ്, നല്ല ആത്മീയരുമായിട്ടുള്ള കൂട്ടായ്മ. അവിടെ നിനക്ക് നല്ല വെളിപ്പാട് ലഭിക്കാൻ തുടങ്ങും. ആരും ചെയ്യാത്ത ചില മിനിസ്ട്രി, ആരും ചെയ്യാത്ത പണ്ട് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നതിന് മുമ്പ് പല സാഹചര്യത്തിലൂടെ നീ കടന്നു പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പല നിന്ദയും ദുഷിയും ഞെരുക്കവും ആമേൻ അനുഭവിച്ച, പലരും മുഖാന്തരം അനുഭവിച്ച വ്യക്തികളായിരിക്കാം. പക്ഷേ അതേ ആൾക്കാർക്ക് നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുക. അതാണ് നമ്മുടെ വെളിപ്പാട്. കർത്താവിലുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവും അതാണ്. ഇന്നലത്തെ അല്ല എൻ്റെ ജീവിതത്തിൽ, കർത്താവ് നാളെ ചിലത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1:11 പറയാണ്, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. ആമേൻ. അത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുക. ആമേൻ. എന്തിനാ റിമൈൻഡ് ചെയ്യുക? പൗലോസ് പറയാ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, മാനുഷികമല്ല. നമ്മൾ എവിടെയെങ്കിലും പോയി നിന്നാൽ നമ്മൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ആമേൻ. പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടല്ല, ആമേൻ, ആരോ പഠിപ്പിച്ചിട്ടുമല്ല, ഞാനായിരിക്കുന്നത് ഒരു വെളിപ്പാടിലാണ്. ആ വെളിപ്പാട് എവിടുന്നാണ് വെളിപ്പെടുന്നത്? കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, അവനുമായിട്ടുള്ള സാന്നിധ്യത്തിൽ, അവനുമായിട്ടുള്ള പ്രസൻസിൽ ഇരിക്കുമ്പോൾ, അവനുമായിട്ടുള്ള ബന്ധമുള്ള സ്പിരിച്വലി ഗ്രോത്ത് ഉള്ളവരുടെ ആൾക്കാരുമായി കൂടുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ചില വെളിപ്പാടുകൾ വരും. നീ ചെല്ലുന്നിടത്തൊക്കെയും ഇരുട്ട് മാറിപ്പോയി വെളിച്ചം വരും. ഇന്നുവരെ ഇല്ലാത്തതുപോലെ നീ ചെല്ലുന്ന സിറ്റികൾ പ്രകാശിക്കുന്ന നിലയിൽ, ചില രാജ്യങ്ങളിൽ ആമേൻ ഇത് കേൾക്കുന്ന വ്യക്തികൾ, ചില യൂറോപ്യൻ നേഷൻസിൽ, ചില ആഫ്രിക്കൻ നേഷൻസിൽ രാജ്യങ്ങളിലിരുന്ന് കേൾക്കുന്ന വ്യക്തികൾ, നീ ചെല്ലുന്നിടം വെളിച്ചമായി മാറും. ബാറുകൾ അടയും. നീ ചെല്ലുന്നിടത്ത് വെളിപ്പാടിൽ സംസാരിക്കണം. മറ്റുള്ളവർ പറയുന്നതല്ല നീ പറയേണ്ടത്, നിൻ്റെ അകത്ത്. അതെ, ഇന്നലെ വരെ അവർ പറഞ്ഞു ഇവൻ കൊലപാതകനാ, പക്ഷേ ഇവൻ പറയുന്ന ഈ സുവിശേഷം കേട്ടപ്പോൾ അവർ തിരിയാൻ തുടങ്ങി, ടേൺ ചെയ്യാൻ തുടങ്ങി. അതുപോലെ നമ്മളെ നോക്കി അതും ഇതും പറഞ്ഞവർ നമ്മുടെ അകത്തെ നന്മ കണ്ട്, നമ്മളിലൂടെ പറയപ്പെടുമ്പോൾ ജീവൻ വെക്കുന്നത് കണ്ട് അനേകർ നിൻ്റെ അടുക്കൽ വരുന്ന ആമേൻ ചില അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരാൻ പോവുക. ആമേൻ. പ്രിയമുള്ളവരെ, ഭാരപ്പെടരുത്. ഈ ചൊവ്വാഴ്ച നിൻ്റെ ദിവസമാണ്. ഏറ്റെടുത്താട്ടെ. യേശു ക്രിസ്തുവിൽ ആരും ചെയ്യാത്ത ആ വെളിപ്പാടിൽ, ആമേൻ, ഇന്നുവരെ ആരും ചെയ്യാത്ത ചില പദ്ധതികൾ, ചില വൻ കാര്യങ്ങൾ കർത്താവ് എൻ്റെയും നിങ്ങളുടെ കയ്യാൽ കർത്താവ് ചെയ്യാൻ പോവുക. ഏറ്റെടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ചിലരെ നോക്കി ഞാൻ വലിയ സംഭവമാണ്, അവരൊന്നും എനിക്ക് കൊള്ളുകയില്ല, അല്ലെങ്കിൽ എനിക്കറിയാം തന്നെ നടക്കാനല്ല, നീ തന്നെ നടക്കാൻ യോഗ്യനല്ല, നിനക്ക് ദൈവം ആരോഗ്യവും ബലവും തന്നതുകൊണ്ടാണ് നീ ഇന്ന് നടക്കുന്നത്. നിനക്ക് വേണ്ടി കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കർത്താവുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഏറ്റെടുത്തേ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റെടുക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ പോവുക. ആരും ഇന്നുവരെ അനുഭവിക്കാത്ത നന്മ, ആരും ഇന്നുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത നന്മ ദൈവം നിൻ്റെ അകത്തേക്ക് പകരുകയാണ്. ആമേൻ. നീ ഒരു അനുഗ്രഹമാണ്. നീ ആമേൻ കർത്താവെ ഇത് അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇവരുടെ അകത്ത് വലിയ വെളിപ്പാടിൽ, ആരും ഇന്നുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ അതിനുള്ള വഴിയും വാതിലും അതിനുള്ള മുഖാന്തരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങട്ടെ. ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കാതെ എന്നെക്കൊണ്ട് പറ്റും. കർത്താവിൽ ആശ്രയിക്കുന്ന എന്നെക്കൊണ്ട് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആമേൻ. ഞാനത് ഏറ്റെടുക്കുകയാണ് എന്ന് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൽ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരായിരിക്കുന്ന സഭയിൽ ഇവർ മുഖാന്തരം അനേകർ എഴുന്നേൽക്കട്ടെ. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ വർധനവ് വരട്ടെ. അനേകരെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. കർത്താവ് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആരോഗ്യവും ബലവും തന്ന കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഇത്രയും നിൽക്കാൻ, ഈ കർത്താവിനെ ഉയർത്തുവാൻ
തന്ന ഭാഗ്യത്തിന് നന്ദി പറയാം. നിന്നെ കേൾക്കുന്ന മുഴുവൻ വ്യക്തികൾ ഏത് പ്രതിസന്ധിയാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട് പ്രവർത്തിക്കാൻ. അതാ എൻ്റെ വെളിപ്പാട്. എനിക്കറിയാം യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട അവസ്ഥയിലല്ല, അവൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ആമേൻ ആ ഉയർപ്പിൻ്റെ അനുഭവം എല്ലാ മേഖലകളിലും കർത്താവ് ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോവുക. ആമേൻ അത് ഏറ്റെടുത്താട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഗോഡ് ബ്ലെസ് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സുവിശേഷ വേലയിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ആമേൻ. കമൻറ്റുകൾ ഇടുക, കാണുന്ന നമ്പറിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ പ്രോഗ്രാം വരുമ്പോൾ പ്രിയമുള്ളവർ മറ്റുള്ളവർക്ക് ഒരിക്കൽ കൂടെ പറയട്ടെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.